ഡൽഹി ചെങ്കോട്ടയ്ക്ക് പരിസരത്തുണ്ടായ സ്ഫോടനത്തിൽ അന്വേഷണം എൻഐഎക്ക് കൈമാറി. ഡൽഹി സ്ഫോടനം ചാവേറാക്രമണമാണ് എന്ന വിലയിരുത്തലിനാണ് പോലീസുള്ളത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്നു. സ്ഫോടനത്തിന്റെ ആസൂത്രകനെന്ന് സംശയിക്കുന്ന ഉമർ മുഹമ്മദിന്റെ മാതാവിന്റെ DNA സാമ്പിൾ ശേഖരിച്ചു. സ്ഫോടനത്തിൽ ഉമർ മുഹമ്മദ് കൊല്ലപ്പെട്ടിരുന്നോ എന്ന് തിരിച്ചറിയാനാണ് നടപടി. സ്ഥലത്ത് NIA സംഘം പരിശോധന നടത്തി. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, ഇപ്പോൾ അറിയേണ്ടത് എന്തൊക്കെ നിഗമനത്തിലേക്കാണ്, നിരീക്ഷണത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് എന്നാണ്. അന്വേഷണം NIA ഏറ്റെടുത്തിട്ടുണ്ട്. സ്ഥലത്ത് പരിശോധനകൾ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. പ്രാഥമികമായ വിലയിരുത്തൽ എന്താണ്? അവിടുത്തെ ഡൽഹിയിൽ ഉണ്ടായ ഒരു സ്ഫോടനം, അത് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ചെങ്കോട്ട പരിസരത്താണ് ഈ സ്ഫോടനം ഉണ്ടായത്. സ്ഫോടനം ഒരു ചാവേർ ആക്രമണം എന്ന വിലയിരുത്തലിലേക്കാണ് ഡൽഹി പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതുമായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം ഇപ്പോൾ ഡൽഹി പോലീസിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുകയാണ്. അതേസമയം കേസ് അന്വേഷണം NIA ഏറ്റെടുത്തിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അന്വേഷണ ചുമതല NIAക്ക് കൈമാറിയിരുന്നത്. ഇന്ന് 11 മണിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് കേസന്വേഷണം NIAക്ക് കൈമാറാനുള്ള നിർണായകമായ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം 3 മണിക്ക് ഇപ്പോൾ അന്വേഷണ ഏജൻസികളുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തിന് ഡൽഹിയിലെ തന്ത്രപ്രധാനമായ മേഖലയിലാണ് ഇന്നലെ 6:55 ആ സ്ഫോടനം ഉണ്ടാകുന്നത്. ഹുണ്ടായി i20 വാഹനത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടാകുകയും അത് സമീപത്തെ കാറുകളിലേക്ക് തീപടരാൻ കാരണമാവുകയായിരുന്നു. 12 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ പലരുടെയും നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു. പരിക്കേറ്റവർ സമീപത്തെ തന്നെ LNJP ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. എന്തായാലും ചിലരെ കേന്ദ്രീകരിച്ച്, കാരണം ഫരീദാബാദിൽ പ്രവർത്തിച്ചു വരുന്ന ഉമർ മുഹമ്മദ് എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. പോലീസ് പറയുന്നത് ഈ സ്ഫോടനം നടക്കുന്ന സമയത്ത് ഉമർ മുഹമ്മദാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്. ഫരീദാബാദിൽ കഴിഞ്ഞ ദിവസം ഏകദേശം 3000 കിലോയോളം ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു. ചില ഭീകര അവരെയും ഇതുമായി ബന്ധപ്പെട്ട് പിടികൂടിയിരുന്നു. ഇതുമായി ഈ ഉമർ മുഹമ്മദിന് ബന്ധമുണ്ടെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഉമർ മുഹമ്മദിലേക്ക് അന്വേഷണ സംഘം എത്തിയത് എങ്ങനെയാണ് അരവിന്ദ്? നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉത്തരേന്ത്യയിലെ പല ഭാഗത്തും വലിയ തരത്തിൽ ഭീകരരെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഗുജറാത്ത് ATS ഒക്കെ 3 പേരെ പിടികൂടി. അത് പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവർ ഇങ്ങനെയുള്ളൊരു കലാപത്തിന് അല്ലെങ്കിൽ ആക്രമണത്തിന് പദ്ധതി ഇട്ടിരുന്നു എന്നുള്ള സൂചനകളൊക്കെ ATSന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉമർ മുഹമ്മദിലേക്ക് അന്വേഷണ സംഘം എത്തിയത് ഏത് രീതിയിലായിരുന്നു? അമൃത, കഴിഞ്ഞ ദിവസമാണ് ഫരീദാബാദിൽ നിന്ന് 3000 കിലോയോളമുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നത്. പിന്നീട് ഡോക്ടർമാരായ 2 പേരെ ഫരീദാബാദിൽ നിന്നും അതുപോലെ തന്നെ ജമ്മു കാശ്മീരിൽ നിന്നും പിടികൂടിയിരുന്നു. ഇവരെ പിടികൂടിയതിൽ അത് ഈ ഉമർ മുഹമ്മദ് എന്ന് പറയുന്നത് ഇവരുടെ കൂട്ടാളി എന്നതാണ് ഇപ്പോൾ പോലീസ് വിലയിരുത്തുന്നത്. ഈ ഭീകരപ്രകൃതി, കാരണം തന്റെ ഒപ്പമുള്ള കൂട്ടാളികൾ പിടികൂടിയപ്പോൾ പെട്ടെന്ന് തന്നെ സ്ഫോടക വസ്തുക്കളുമായി ഇയാൾ ഡൽഹിയിലേക്ക് എത്തുകയും ഒരു സ്ഫോടനം നടത്തിയതുമാണ് ഇപ്പോൾ ഒരു വിലയിരുത്തലിലേക്ക് പോലീസ് പോയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളടക്കം വലിയ രീതിയിലുള്ള പരിശോധനയും തിരച്ചിലുമാണ് ഡൽഹി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഡൽഹിയിലും അതുപോലെ തന്നെ മറ്റിടങ്ങളിലും നടന്നിരുന്നു. നിരവധി ഭീകരാക്രമണ ശ്രമങ്ങൾ ഡൽഹി പോലീസ് തകർക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം കണ്ടെത്തിയതിനെ, ഭീകരാക്രമണ ശ്രമം തകർത്തതിനടക്കം വലിയ പ്രശംസയെല്ലാം ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്ന വേളയിലാണ് ഇന്നലെ രാത്രി ചെങ്കോട്ടയ്ക്ക് പരിസരത്ത് ഒരു സ്ഫോടനം ഉണ്ടാകുന്നത്. ഈ ഉമർ മുഹമ്മദ് എന്ന് പറയുന്നത് പുൽവാമ സ്വദേശിയാണ്. ഈ i20 ഓടിച്ചു വന്നിരുന്നത് ഉമർ മുഹമ്മദ് എന്നാണ് പോലീസ് ഏകദേശം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഉമർ മുഹമ്മദ് ആണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഉമർ മുഹമ്മദിന്റെ മാതാവിന്റെ DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ പരിശോധന പുരോഗമിക്കുന്നുവെന്ന് കൂടി ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുണ്ട്. പോലീസ് പറയുന്നത് ഇന്നലെ രാവിലെ 8 മണിയോടുകൂടിയാണ് ബദർപൂർ അതിർത്തി വഴി i20 വാഹനം ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നത്. 1:20 കശ്മീരി ഗേറ്റ് വഴി വാഹനം ചെങ്കോട്ട പരിസരത്തേക്ക് എത്തുന്നു. 3:19 ചെങ്കോട്ട പരിസരത്തെ സുനേരി പാർക്കിൽ വാഹനം അവിടെ പാർക്ക് ചെയ്യുകയാണ്. പിന്നീട് വാഹനം പുറത്തേക്ക് ഇറങ്ങുന്നത് വൈകുന്നേരം 6:28 ശേഷം 6:55 സ്ഫോടനവും ഉണ്ടാകുന്നു. മെല്ലെ വന്ന വാഹനം റെഡ് സിഗ്നലിൽ എത്തുകയും പിന്നീട് പെട്ടെന്നൊരു പൊട്ടിത്തെറി ഉണ്ടാവുകയുമായിരുന്നു എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സ്ഫോടനം ഉണ്ടായ സ്ഥലത്തായിരുന്നു ഇവർ സ്ഫോടനം നടത്താൻ ശ്രമിച്ചത്. അതുപോലെ തന്നെ മറ്റേതെങ്കിലും സ്ഥലം അവർ ലക്ഷ്യം വെച്ചിരുന്നു അടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനിയൊരു വിശദീകരണം
വിശദീകരണം വേണ്ടത്. അതുപോലെ തന്നെ ഭീകരാക്രമണമെന്ന് പോലീസ് ഉറപ്പിക്കുമ്പോഴും ഈ 3:19 മുതൽ 6:28 വരെ വാഹനം സുനേരി പാർക്കിൽ പാർക്ക് ചെയ്തിരുന്നു. ആ സമയത്ത് ഉമർ മുഹമ്മദ് എവിടെയായിരുന്നു? ഉമർ മുഹമ്മദ് ആരെങ്കിലും കണ്ടിരുന്നോ? ആരെങ്കിലുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. എന്തായാലും CCTV ദൃശ്യങ്ങളടക്കം ആ പോലീസും അന്വേഷണ ഏജൻസികളും ശേഖരിച്ചു കഴിഞ്ഞു. ഈ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് വാഹനങ്ങൾ എത്തിയ വഴിയിലേക്ക് ഇപ്പോൾ ആ പോലീസ് എത്തിയിരിക്കുന്നത്. ഈ വാഹനങ്ങൾക്കും നിരവധി ഉടമസ്ഥരുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ഹരിയാന രജിസ്ട്രേഷനിലാണ് ഹ്യുണ്ടായി i20 വാഹനം ഉള്ളത്. ആദ്യത്തെ ഉടമയെന്ന് പറയുന്നത് ആ ഗുരുഗ്രാം സ്വദേശി സൽമാനാണ്. സൽമാൻ പിന്നീട് ദേവേന്ദ്ര എന്ന വ്യക്തിക്ക് ഈ വാഹനം കൈമാറുകയും അത് കൈമറിഞ്ഞാണ് ഉമർ മുഹമ്മദിലേക്ക് എത്തി എന്നതാണ് ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഉമർ മുഹമ്മദിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അന്വേഷണം പുരോഗമിക്കുന്നു. ഉമർ മുഹമ്മദുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് പരിശോധനകൾ നടത്തിയിരുന്നു. ഉമർ മുഹമ്മദിന്റെ മാതാവിനെയും അതുപോലെ തന്നെ സഹോദരനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഉമർ മുഹമ്മദ് കഴിഞ്ഞ 7 വർഷമായി ജോലി ചെയ്യുന്ന അൽഫല മെഡിക്കൽ കോളേജിൽ നിന്ന് നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ ഫരീദാബാദിലും ഉത്തർപ്രദേശിലും അടക്കം ശക്തമായ പരിശോധനകൾ നടത്തുന്നു. അല്പസമയം മുമ്പ് ഫരീദാബാദിൽ 60 കിലോയോളം സ്ഫോടക വസ്തുക്കൾ കൂടി ഇപ്പോൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും വലിയൊരു ഭീകരാക്രമണത്തിന് ശ്രമം നടന്നു എന്ന് തന്നെയാണ് പോലീസിന്റെ ഒരു വിലയിരുത്തലുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അന്വേഷണ ഏജൻസികളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ഇതിലൊരു ഔദ്യോഗിക വിശദീകരണം ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ സ്ഫോടന സ്ഥലത്തെത്തിയ സാഹചര്യം വിലയിരുത്തിയിരുന്നു. പ്രധാനമന്ത്രിയും കൃത്യമായി ആഭ്യന്തരമന്ത്രിയുമായി ആശയവിനിമയം നടത്തുകയാണ്. നിലവിൽ പ്രധാനമന്ത്രി ഭൂട്ടാനിലാണുള്ളത്. അദ്ദേഹം നാളെ മടങ്ങിയെത്തിയാൽ ഉടൻ ഈ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം ചേരാൻ പോവുകയാണ്. അതിനുശേഷം സൂചിപ്പിച്ചതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്നിപ്പോൾ സുരക്ഷാ അവലോകന യോഗം ചേരുമെന്നൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ യോഗമൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? ആരൊക്കെ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്? യോഗത്തിന്റെ വിവരങ്ങൾ ലഭ്യമാണോ?